ഹായ് ഫ്രണ്ട്സ്, സിംപ്ലി ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം. ഒരു പാം ട്രിമ്മർ അല്ലെങ്കിൽ മിനി ട്രിമ്മർ എന്നൊക്കെ പറയാം, മിനി റൂട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പാം റൂട്ടർ, അത് പവർടെക്സ് കമ്പനിയുടെ മിനി പാം റൂട്ടറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വീട്ടിലുള്ള വുഡ് വർക്കും അങ്ങനെ എന്തെങ്കിലും ട്രിമ്മിങ്ങും സർക്കിൾ കട്ടിങ്ങും ചെറിയ ചെറിയ വർക്കിനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അത് വളരെ ചെറിയ വിലയുടെ സാധനമാണ്, 1900 വരുന്നുള്ളൂ. പിന്നെ വാട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. 350 വാട്ട്സ്, 30,000 RPM. നമ്മുടെ നോർമൽ പവർ 220 തന്നെ വർക്ക് ചെയ്യണം കേട്ടോ. ഡീറ്റെയിലൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 6 months വാറണ്ടി ആണ് കേട്ടോ. ഇത് ഐബെൽ കമ്പനിയുടെ ഒക്കെ വേറെ മോഡലുണ്ട്. അതിന് ഏകദേശം ഈ റേറ്റൊക്കെ തന്നെ 2000 രൂപ. അപ്പോൾ 2000 രൂപയിൽ കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. തുറക്കാനാണ് പാട്. ഇതിൻ്റെ ഫിറ്റിംഗ് കിറ്റിംഗ് സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ യൂസർ മാനുവലും ഉണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, പവർടെക്സിൻ്റെ മിനി റൂട്ടർ അല്ലെങ്കിൽ പാം ട്രിമ്മർ എന്നൊക്കെ പറയാം, പാം റൂട്ടർ എന്നൊക്കെ പറയും. നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ ഇത് മതിയാവും. പിന്നെ ഇതിൻ്റെ ബിറ്റിൻ്റെ സൈസ് വരുന്നത് 6 mm ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു എക്സ്ട്രാ ഒരു ബ്രഷ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗൈഡ് ലെവലുകളൊക്കെയാണ്. ഗൈഡ് സ്കെയില്, ഒരു ഗൈഡ് സ്ട്രൈറ്റ് ഗൈഡ് ക്ലാമ്പും അതിൻ്റെ അനുബന്ധമായ ഫിറ്റിങ്സും, പിന്നെ ഒരു സൈഡിലെ ലെവൽ കൺട്രോളറും, പിന്നെ ഇതിൻ്റെ 2 ടൂൾസ് ഉണ്ട്, 2 സ്പാനർ സെറ്റ് ഉണ്ട്. നമ്മുടെ ബിറ്റ് മാറ്റിയിടാനുള്ളതാണ്. പിന്നെ യൂസർ മാനുവലും അതൊക്കെ ഉള്ളൂ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത് ഇതിൻ്റെ പവർ വരുന്നത് 350 വാട്ട്സാണ്. ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കേട്ടോ. മേലെയാണ് ഓഫ് ഓൺ. ഇതിൻ്റെ ബിറ്റ് നമ്മൾ വാങ്ങിക്കാൻ മറന്നു കേട്ടോ. ബിറ്റ് പറഞ്ഞാൽ കയ്യിലുള്ളത് വലിയ റൂട്ടറിൻ്റെയാണ്, 8 mm ആണുള്ളത്. ഇതിൻ്റെ ചെറുതാണ്. നമ്മൾ എന്തായാലും കുത്തി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ പവർ കോഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഉണ്ടോ, 2 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കുത്തിയിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.8 കിലോഗ്രാം വരുന്നുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് കയ്യിൽ വെച്ച് ഉപയോഗിക്കാം. ഇതിൻ്റെ ഗ്ലാസ് കേസിൻ്റെ അടിയിലുള്ള ഗേജ് നമുക്ക് ഊരിയെടുക്കാം. സിമ്പിളായിട്ട് വലിച്ച് ഊരിയെടുക്കാം, അത്രേ ഉള്ളൂ. ഇത് ട്രാൻസ്പെറൻ്റ്, നമുക്ക് ഇതിൻ്റെ എല്ലാ സർക്കിൾ ഇത് കട്ട് ചെയ്യുമ്പോൾ അടിയിലത്തെ ലൈനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ട്രാൻസ്പെറൻ്റ് ടൈപ്പാണ് ചെയ്തേക്കുന്നത്. ഈ വരുന്ന ടൈപ്പ് എല്ലാത്തിൻ്റെ ഇങ്ങനെ ഉണ്ടോ. ഞാൻ വേറെ കമ്പനിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഈ റേറ്റിലുള്ളതിൽ കുറച്ചുകൂടെ ഈ അടിയിലത്തെ ഈ ട്രാൻസ്പെറൻ്റ് കേസിൻ്റെ കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഇതിനാണ്. ഐബെല്ലിനും സെയിം ക്വാളിറ്റിയൊക്കെ തന്നെ വരുന്നുണ്ട്. ഇവിടെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ബാക്കി ഫിറ്റിങ്സ് ഫിറ്റ് ചെയ്ത് ഇത് സൈഡിൽ വരുന്നതാണ് എൻ്റെ ഗേജ് സ്കെയിലാണ്. എൻ്റെ ലെവല് കൺട്രോൾ ചെയ്യുന്ന സ്കെയിലും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ സർക്കിളൊക്കെ കട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടാണ് ലൂസാക്കുക. വളരെ സിമ്പിളാണ്. മേടിച്ച് ടൈറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ സർക്കിൾ കട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇവിടെ സെൻറ്ററിൽ ഒരു ഹോൾഡ് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഓടിക്കുകയാണ്. അങ്ങനെയാണ് കറക്റ്റ് നമ്മൾ റൗണ്ട് ഹോളൊക്കെ കട്ട് ചെയ്യണം, വലിയ സ്പീക്കർ ബോക്സിൻ്റെയും. അപ്പം അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടത്. പിന്നെ നമുക്ക് ഇത് ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേറൊരു ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇതും ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെയാണ് ഫിറ്റ് ചെയ്യണത്. ഈ രീതിയിൽ തന്നെയാണ്. ഇതെന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു എഡ്ജൊക്കെ നമ്മൾ റൂട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൺട്രോൾ ഗേജായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അതിൻ്റെ ലെവല് കൺട്രോൾ ചെയ്യണ അടുത്തൊരു സ്കെയിൽ തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൂടെയുള്ള അക്സസറീസ്. അപ്പോൾ ഇതിൻ്റെ റണ്ണിങ്ങും ഒക്കെ വളരെ സ്മൂത്താണ് കേട്ടോ.
നല്ല സ്മൂത്ത് സൗണ്ടാണ്, കയ്യിൽ പിടിക്കാൻ വലിയ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. ബാക്കി നമുക്ക് ഇതിൻ്റെ ബിറ്റ് നമ്മളില്ല, ബിറ്റ് 6mm വരും. അത് ഇട്ടിട്ട് നമ്മൾ അടുത്ത ദിവസം നമ്മൾ വർക്ക് ചെയ്യണം അതിൻ്റെ കട്ടിങ് വീഡിയോ കാണിക്കും കേട്ടോ. ഇപ്പോൾ 2000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന ഒരു അടിപൊളി മിനി റൂട്ടറാണ് കേട്ടോ. സംഭവം നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കൊള്ളാം. ഇതിൻ്റെ എല്ലാ സ്പെയറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, സർവീസിങ് എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ കലൂരുള്ള പവർ ട്രേഡിംഗ് ടൂൾസ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. കലൂർ നമ്മുടെ മണപ്പാട്ടി പറമ്പിന് നേരെ ഓപ്പോസിറ്റുള്ള ജഡ്ജ് അവന്യൂ റോഡിലാണ് ഈ കടയുള്ളത്. പിന്നെ നമുക്ക് ബിറ്റൊക്കെ വാങ്ങിച്ചിട്ട് കട്ടിങ് വീഡിയോ വേറെ ഒരെണ്ണം ഇടാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പുതിയ ഐറ്റം. ഇത് മെയിനായിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സ്പീക്കർ സബ്വൂഫർ ബോക്സിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർക്കിളും കട്ട് ചെയ്യാൻ എഡ്ജൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതുണ്ടോ. നമ്മൾ വലിയ റൂട്ടുണ്ട്, പക്ഷേ അത് ഈ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി സബ്വൂഫറിൻ്റെ അതുപോലെ ആംപ്ലിഫയറിൻ്റെ വർക്കൊക്കെ അടുത്ത് നമ്മൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അൺബോക്സ് ചെയ്താണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.